എൻ്റെ കൂടെ ഇരിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു IIT ആണ്. IIT ഖരഗ്പൂർ നിന്ന് പാസ് ഔട്ടായി ഒരു അടിപൊളി ജോലിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് കെവിൻ സാബു തരുന്നത്. എൻജിനീയേഴ്സ്, നല്ല എൻജിനീയർ, ബേസിക്കലി IIT NITs എന്നുള്ള എൻജിനീയർ നല്ല ഡിമാൻഡാണ്. എന്തുകൊണ്ട് ഈ ഡിമാൻഡ് എന്ന് വെച്ചാൽ കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതിൽ പ്ലേസ്മെന്റ്സും കുറവാണ്. എൻജിനീയറിംഗ് റിഗ്രറ്റ് ചെയ്തോ? എൻ്റെ താല്പര്യം വാസ് കുറേയും കൂടെ എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറേയും കൂടെ കമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പഠിച്ചാൽ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് സ്പെഷ്യൽ വീഡിയോ. എൻ്റെ കൂടെ ഇരിക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു IIT ആണ്. IIT ഖരഗ്പൂർ നിന്ന് പാസ് ഔട്ടായി ഇപ്പോൾ ഒരു അടിപൊളി ജോലിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണ് കെവിൻ സാബു തരുന്നത്. ആൻഡ് എനിക്കൊരു സ്ട്രെയിഞ്ചർ അല്ല കെവിൻ. നമ്മൾ ആക്ച്വലി ക്ലാസ് 1 മുതലല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പം നല്ല പ്രായമായിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഫ്രണ്ട്സാണ്. നമ്മൾ മിക്ക ക്ലാസ്സും ഒരുമിച്ച് തന്നെ സ്പെൻഡ് ചെയ്തത്. അതുപോലെ കുറേ വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് ബാൻഡിൽ ഒരുമിച്ചായിരുന്നു. പിന്നെ കോൽക്കളി നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, ദഫ്മുട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാൻഡിലൊക്കെ കുറേ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട് പുറത്ത്. അപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇപ്പോഴും നമ്മൾ വെക്കേഷൻസിലൊക്കെ മീറ്റ് ചെയ്യും, ഫുട്ബോൾ കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ IIT കയറിയെന്നും IIT കയറി കഴിഞ്ഞിട്ടുള്ള ലൈഫും IITയിലെ ലൈഫും എല്ലാം പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് BTech ഒക്കെ താല്പര്യമുണ്ട്, ഇന്ത്യത്തെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പഠിക്കണം, അതിൻ്റെ സ്ട്രാറ്റജി അറിയാം, അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അറിയണമെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വെൽക്കം കെവിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ഇൻ്റർവ്യൂ. അപ്പം നിങ്ങൾ എക്സാമിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ സീനിയർ ചേട്ടന്മാർ ഇപ്പം കോളേജിലേക്ക് എത്തിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം കെവിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം മാത്സ് ക്ലാസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം കെവിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ IIT പാസ് ഔട്ടായി എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുക. ഐ എം വെരി പ്രൗഡ് ഓഫ് യു മൈ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ എൻജിനീയറിംഗ്? അച്ഛനമ്മയെ നിർബന്ധിച്ചിട്ട് എൻജിനീയറിംഗ് എടുപ്പിച്ചതാണോ? ഇപ്പം അത് എല്ലാവർക്കും ഉള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും എടുക്കാം ഓപ്ഷൻ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് ഫോഴ്സ്ഡ് ആയിരുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഐ തിങ്ക് ആക്ച്വലി ഞങ്ങളുടെ ക്ലാസ് നോക്കുകയാണെങ്കിൽ പകുതി ആൾക്കാർ എഞ്ചിനീയറിംഗ് ട്യൂഷന് പോയി. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എനിക്ക് ഒരു 12-13 പേരുള്ള, അതിൽ 2 എഞ്ചിനീയേഴ്സേ ഉള്ളൂ ആക്ച്വലി അവസാനം. പക്ഷേ കോച്ചിങ്ങിന് കുറേ ആൾക്കാർ പോയി. പക്ഷെ പിന്നെ കുറേ ആൾക്കാർ റിയലൈസ് ചെയ്യും ഇത് അവർക്ക് പറ്റുന്നല്ല. അപ്പോൾ അച്ഛനമ്മ നിർബന്ധിച്ചതല്ല പറഞ്ഞു വരുന്നത്. അപ്പം ബേസിക്കലി അപ്പോൾ 10th കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്താണ് പഠിക്കുന്നത്. 10th വരെ അക്കാഡമിക്കലി അത്യാവശ്യം നന്നായൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അക്കാഡമിക്കലി അത് പറയുന്നതിന് മുമ്പ് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുപിടിച്ചത് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ വെറുതെ ഫ്രീ പീരീഡിൽ എന്തൊരു ചോദ്യം ചോദിച്ചു. അത് അപ്പം ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട്, നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണല്ലോ, അപ്പോൾ ടീച്ചർ വന്നിട്ട് ചോദിച്ചു തുപ്പലിന്റെ ഇംഗ്ലീഷ് എന്താ. ആ ടൈമിൽ നമുക്ക് മര്യാദ ഇംഗ്ലീഷ് പറയാൻ പോലും അറിയില്ല. അപ്പോൾ തുപ്പലിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പഠിച്ചോ. ഓക്കെ, അപ്പോൾ ടീച്ചർ എന്തൊക്കെയോ ക്ലൂ ഒക്കെ തന്നിട്ട് എസ് കൊണ്ട് തുടങ്ങും, വി ഉണ്ടല്ലോ. ക്ലാസ്സിലുള്ള എല്ലാവരും നിങ്ങൾക്ക് അറിയാം എന്തിനൊക്കെ വിളിച്ചു പോയി. നമ്മൾ ഒരുമിച്ച് എന്തോ സാൽവ സാൽവ എന്നൊക്കെ പറഞ്ഞപ്പം ടീച്ചർ കേട്ട് ടീച്ചർ ഞങ്ങൾ 2 ആൾക്കും പ്രൈസ് വന്നു. അപ്പം ക്ലാസ്സിന്റെ 2 അറ്റത്ത് ഇങ്ങനെ സ്ലോ മോഷൻ എണീറ്റ്. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തു കെവിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ക്ലാസ്സിൽ. അല്ലെന്ന് പറഞ്ഞ സംഭവത്തെ ഞാനും നോട്ടീസ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ട് പോക്കി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ നമ്മൾ ഒരു 6th ഒക്കെ ആയപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 9th 10th ഫുൾ നമ്മൾ ഒരേ ബാൻഡിൽ ഒരേ പാട്ട് പരിപാടി എല്ലാം ബാൻഡൊക്കെ ഭയങ്കര രസമായിരുന്നു. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, വൈ എഞ്ചിനീയറിംഗ്? അപ്പോൾ പഠിക്കായിരുന്നു. 10th ഒക്കെ അടിപൊളി മാർക്സ് എല്ലാവർക്കും. ഞങ്ങൾക്കൊക്കെ ഫുൾ A+ എല്ലാവർക്കും അറിയാൻ താല്പര്യം. 10th 6 ഫുൾ A+ ഉണ്ട്, 2 ഫുൾ A+ ഉണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഏകദേശം എല്ലാവർക്കും തന്നെ ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ A+ ഒക്കെ സിമ്പിളാണ് അല്ലേ? ഇനി കമ്മിങ്, അപ്പം 10th അക്കാഡമിക്കലി കഴിഞ്ഞു. ഇനി എന്താ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം? അതെ, അപ്പം പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഓബ്വിയസ് ആയിട്ടുള്ള 2 ഓപ്ഷൻ, സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് മെഡിസിനും എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഡോക്ടർ ആവാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഫാമിലിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ട്. ഫാമിലീസിൽ കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. ആ ബുദ്ധിമുട്ടിനപ്പുറം നമ്മൾ മോർച്ചറിയിൽ പോലുള്ള പരിപാടി, സെക്ഷൻ പരിപാടികളൊന്നും തീരെ തൊഴാൻ പറ്റാത്തതായതുകൊണ്ട് ബയോളജി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി മാത്സ് ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ്. ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ബിറ്റ്വീൻ ഡോക്ടർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ആണ്, ഇതിൽ ബയോ ആണ്. അപ്പം മാത്സിൽ അത്യാവശ്യം കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് എടുക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം അതൊരു എൻ്റെ ഫാമിലിയിലുള്ള എഞ്ചിനീയേഴ്സൊക്കെ ആണെങ്കിലും
അവർ എഞ്ചിനീയറിംഗ് പഠിച്ചുവെങ്കിലും അവർ പിന്നീട് വേറെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു ടൈമായി 10th സ്റ്റാൻഡേർഡിൽ ഞാൻ വിചാരിച്ചു എഞ്ചിനീയറിംഗ് എടുത്താൽ പിന്നീട് 10th കഴിഞ്ഞിട്ട് സയൻസ് എടുക്കുന്ന പോലെ സയൻസ് എടുത്താൽ ലൈക്ക് ബയോ സയൻസ് എടുത്താൽ ഡോക്ടർ ഫീൽഡ് പ്ലസ് നോൺ എഞ്ചിനീയറിംഗ് ഏത് ഫീൽഡിലേക്കും തന്നെ ഏകദേശം പോവാം. ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്താൽ ബേസിക്കലി ഡോക്ടർ അല്ലാതെ എല്ലാ ഫീൽഡിലേക്കും പിന്നീട് പോകാൻ പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സേഫ് ഓപ്ഷനാണ്. കോളേജിലേക്ക് പോകുമ്പോൾ വളരെ സേഫ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ഫീൽഡും കഴിഞ്ഞു, അതേപോലെ നിങ്ങൾക്ക് MBA ഏത് ആർട്സിലേക്ക് പോകാം, ലോയിലേക്ക് പോകാം, എല്ലാത്തിലേക്കും പോകാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം നീ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞപ്പോഴാണ് വന്നത്. നമ്മളൊക്കെ 11th and 12th കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം നമുക്ക് ഡോക്ടർ ആവേണ്ട, MBBSലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ബിക്കോസ് നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇന്നും സോഫ്റ്റ്വെയർ, ഡേറ്റ. പക്ഷേ അതുപോരാതെ ഈ ബയോളജി പഠിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. താല്പര്യം ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് ബയോളജി പഠിക്കാൻ. കമ്പ്യൂട്ടർ ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്ത് പഠിച്ച സബ്ജക്റ്റാണ്. ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വെച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വേറെ ആലോചിക്കണം. പക്ഷേ കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും മേടിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ക്ലാസ്സസും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ C++, Python ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്ന് വിചാരിക്കും. നമ്മൾ എഞ്ചിനീയറിംഗിന് പോയി കഴിയുമ്പോൾ 2 മാസത്തിൽ തന്നെ മനസ്സിലാവും നമ്മൾ +1 +2 പഠിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് ഭയങ്കര വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അപ്പോൾ സേഫ് ഓപ്ഷൻ കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, കുറേ ആൾക്കാർ IIT പോവും, വടയൊക്കെ അടിക്കും, ഭയങ്കര സംഭവമാണ്, നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ IIT കഴിഞ്ഞിട്ട് ഇപ്പോൾ BTech MTech ഒരു ഡുവൽ ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞൊരു കാരണമുണ്ടല്ലോ, എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു അനാലിസി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ സൂപ്പർമാൻ എന്താണ്? ഏലിയൻ ആണ്, മാനുഷിക ശക്തി ഉണ്ട്, പുള്ളിക്ക് ആരെ വേണേലും തോപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റന്റ്ലി വില്ലൻസിനൊക്കെ തരിപ്പണാകാൻ പുള്ളി. പക്ഷെ ബാറ്റ്മാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു വില്ലൻ വന്നു കഴിഞ്ഞാൽ ബാറ്റ്മാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക്. പക്ഷെ പുള്ളി കോടീശ്വരനാണ്, പുള്ളിക്ക് ഭയങ്കര ബുദ്ധി. അപ്പോൾ പുള്ളിക്ക് ഏതൊരു വില്ലൻ, ഈവൻ സൂപ്പർമാൻ ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തെ പ്രെപ്പ് ടൈം കൊടുത്തെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളൊക്കെ പണ്ട് കോമിക് ബുക്ക് മൂവീസൊക്കെ കാണുന്ന നമ്മൾ പറഞ്ഞിട്ടിരുന്ന ബാറ്റ്മാൻ്റെ പ്രെപ്പ് ടൈം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, അപ്പോൾ പുള്ളിക്കുള്ള ടൂൾസും പുള്ളിക്കുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും, എങ്ങനെ ഈ വില്ലനെ ഡിഫീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അനാലിസിയിൽ ഞാൻ പറയാം, സൂപ്പർമാൻ ഡോക്ടേഴ്സും ബാറ്റ്മാൻ എഞ്ചിനീയേഴ്സുമാണ്. ഡോക്ടേഴ്സിന് സൂപ്പർമാൻ്റെ ശക്തിയാണ്. അവരോട് എന്ത് ചോദിച്ചാലും അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, അവർക്ക് ഇൻസ്റ്റന്റ്ലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എഞ്ചിനീയേഴ്സ് ഓൺ ദി അതർ ഹാൻഡ്, ചിലപ്പം നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ അടുത്ത് പെട്ടെന്ന് കുറേ ബൈക്കിനെ കുറിച്ചും കാറിനെ കുറിച്ചും ചിലപ്പോൾ പുള്ളിക്ക് അറിയാത്തുണ്ടാവില്ല. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു എഞ്ചിനീയറിനോട് കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻസോ ഹാർഡ്വെയർ കോമ്പണൻസോ ഒക്കെ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റത്തുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു എഞ്ചിനീയറിന്, ഒരു BTech കഴിഞ്ഞ ഒരാൾക്ക് ഒരു പ്രോബ്ലം കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരു ടൈം ലൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ സോൾവ് ചെയ്തിരിക്കും. എഞ്ചിനീയേഴ്സ് ആർ സോൾവർ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പസിൽ we even have financial engineering, entrepreneurial engineering, apart from civil engineering, mechanical, mining, ഇതൊക്കെ. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ് ബേസിക്കലി. നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരാം, സ്ക്രൂ ടൈറ്റ് ചെയ്യുക, ബൈക്ക്, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഒക്കെ. പക്ഷേ എഞ്ചിനീയറിംഗ് അറ്റ് ഇറ്റ്സ് കോർ ഇസ് അബൌട്ട് സോൾവിംഗ് എനി പ്രോബ്ലം. അപ്പോൾ ആ ഒരു കാര്യം കാരണം എഞ്ചിനീയേഴ്സ് ഏത് ഫീൽഡിലും ആണെങ്കിലും അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൈനാൻസ് ഫീൽഡിൽ എന്താണ്? ഇറ്റ്സ് പ്രോബ്ലം സോൾവിംഗ്. പിന്നെ നമ്മളിപ്പോൾ കൺസൾട്ട് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട്, അതായത് കമ്പനീസിന് വലിയ വലിയ സ്ട്രാറ്റജീസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, ഇതെല്ലാം പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ഡ്യൂറേഷനിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ബുക്സൊക്കെ എടുത്ത് ബൈ ഹാർട്ട് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ സിലബസിൽ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പറയുക ടോപ്പിക്സും കോഴ്സസും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം ഒരു എഞ്ചിനീയറിൻ്റെ ഉള്ളിൽ അവരെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു പ്രോബ്ലം സോൾവിംഗ് മെന്റാലിറ്റി ആണ്, അല്ലാണ്ട് കുറെ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യും. അല്ലാണ്ട് നിങ്ങളൊരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ സംഭവം അല്ല ആവുന്നത്. ബേസിക്കലി എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അത് എന്തൊരു അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ കോളേജിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും, എഞ്ചിനീയേഴ്സ് നല്ല എഞ്ചിനീയർ, ബേസിക്കലി IIT NITs എന്നുള്ള എഞ്ചിനീയർ നല്ല ഡിമാൻഡാണ്. എന്തുകൊണ്ട് ഈ ഡിമാൻഡ് എന്ന് വെച്ചാൽ, ഇവർ ഇത്രയും റിഗറസ് കോഴ്സ് നല്ല റിഗറസ് അല്ലേ. അതുപോരാതെ ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഏത് ഫീൽഡിലേക്കും നിങ്ങൾ ഇപ്പം MBAs നോക്കുകയാണെങ്കിൽ IIT കഴിഞ്ഞിട്ട് IIM ചെയ്യുന്ന ഭയങ്കരന്മാരുണ്ട്. അതുപോരാതെ ഏത് ഫീൽഡിലേക്ക്, പിന്നെ MTech ചെയ്താലും ഈ എഞ്ചിനീയേഴ്സ് ആർ എവ്രിവെയർ, എല്ലാ ഫീൽഡിലുണ്ടോ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് റിഗ്രറ്റ് ചെയ്തോ? 5-6 വർഷം, 5 year കോഴ്സാണ്. 5 year കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹാപ്പി ആണോ?
ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഈ ഒരു 5 വർഷത്തിൽ കിട്ടിയ എക്സ്പോഷറും ഈ ഒരു 5 വർഷത്തിൽ ഞാൻ എന്നിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഒക്കെ എഞ്ചിനീയറിംഗ് ഇല്ലാണ്ട് ഒരിക്കലും പറ്റില്ലായിരുന്നു. അടിപൊളി. അപ്പം എഞ്ചിനീയറിംഗ് റിഗ്രറ്റ് ചെയ്തില്ല. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയാൻ താല്പര്യം, എനിക്ക് പറയാനുള്ള കാര്യം, IIT-യിൽ എല്ലാവരും പോകുന്നത് ഡെഫിനറ്റ്ലി ഭയങ്കര ബ്രാൻഡ് വാല്യൂ ആണ്, അടിപൊളി കോളേജാണ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ജോലി എന്നുള്ളൊരു പ്രോമിസ് അല്ലേ, പ്ലേസ്മെൻറ്റ്സ്, നല്ല പ്ലേസ്മെൻറ്റ്സ്. കാരണം ഒരു 4 ഇയർ 5 ഇയർ കോഴ്സ് കഴിയുന്നതിൽ കിട്ടാവുന്നതിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്മെൻറ്റ്സ് ഇവിടെ കിട്ടും. കെവിന് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടിയോ? എന്താണ് ജോലി അവസ്ഥ? സോ ബേസിക്കലി നമ്മൾ ഈ ജെയിൻ്റെ വേൾഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോളേജും ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഹയർ ദ റാങ്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദി ജോബ്സ് ആർ ഇൻ സോഫ്റ്റ്വെയർ, ഡേറ്റ, അങ്ങനത്തെ ഫീൽഡ്സിൽ. AI ഇതൊക്കെ ഇതിൽ തന്നെ വരുന്നതാണ്, IT ഫീൽഡിൽ വരുന്നതാണ്. കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതിൽ പ്ലേസ്മെന്റ്സും കുറവാണ്. പിന്നെ പേ ഒക്കെ. കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഈ നമ്മൾ പറയുന്ന മെക്കാനിക്കൽ ഇതൊക്കെയാണ്? മെക്കാനിക്കൽ എല്ലാ എഞ്ചിനീയറിംഗിനും അതിൻ്റെതായ കോർ ഉണ്ടാവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കോർ എന്ന് പറയുമ്പം നമ്മൾ ഓബിയസ്ലി അറിയാവുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ. സിവിൽ എഞ്ചിനീയറിംഗിന് അതിൻ്റെതായ കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ കോറൊക്കെ ഉണ്ട്. അപ്പോൾ കോറിലെ ജോബ്സും കുറവാണ്, പേയും ഇന്ത്യയിൽ കുറവാണ്. ഇന്ത്യയുടെ പുറത്തു പോയാൽ പരിപാടി വേറെ. പക്ഷെ അത് കുറവായതുകൊണ്ട് മോസ്റ്റ്ലി IT ഫീൽഡിലായതുകൊണ്ട് ഇപ്പൊ മൂന്ന് വരുന്നത് പീപ്പിൾ പ്രിഫർ CS ഡിപ്പാർട്ട്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്. ഭയങ്കര ഡിമാൻഡ്. കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും ഡിമാൻഡ്, ഏറ്റവും ടോപ്പിൽ വരുന്നവർക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ വേറെ. അപ്പം ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ്സ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോബ് വൈസ് ആണ് റാങ്ക്ഡ് ആവുക. അപ്പോൾ ബേസിക്കലി ഇന്നിപ്പം CS എല്ലാവർക്കും റാങ്ക് കൂടുതൽ കിട്ടുന്നവർക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ മീനിങ് CS-ന് നല്ല ജോലി കിട്ടും. അതെ. അപ്പൊ എല്ലാവരും ജോലിയാണ് വിചാരിക്കുന്നത് കയറുന്നവരുടെ ടൈം. പക്ഷെ നമുക്കറിയാം JEE മെയിൻസ് എഴുതുന്നത് NITs-ലും IIITs-ലും ഒക്കെ കയറാൻ വേണ്ടി, JEE അഡ്വാൻസ് എഴുതുന്നത് നമ്മൾ IIT-ൽ കയറാണ്. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ എക്സാം എഴുതുന്ന ടൈമിൽ എനിക്ക് IIT-ൽ വല്ല ഹോപ്പൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് കൂടുതലും JEE മെയിൻസ് ആയിരുന്നു കിട്ടാൻ സാധ്യത എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ JEE മെയിൻസിൽ എനിക്കൊരു 5K റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എനിക്ക് NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ്, എനിക്ക് ആക്ച്വലി ഓർമ്മയുണ്ട് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ എടുക്കാനെങ്കിലും നിൽക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് റെഡി ആയിരുന്നു എനിക്ക്. പിന്നെ അഡ്വാൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു, ഞാൻ എൻ്റെ എഫേർട്സ് ഇട്ടിരുന്നു. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 9K റാങ്കാണ് വന്നത് അഡ്വാൻസിൽ. അപ്പോൾ ഇവർക്കൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം JEE പേപ്പർ 1 എഴുതി, അതാണ് JEE മെയിൻ എന്ന് പറയുന്നത്. അപ്പം അത് എഞ്ചിനീയറിംഗ് BTech പേപ്പർ, അത് എഴുതി കഴിഞ്ഞാൽ NIT-ലും IIITs-ലും അഡ്മിഷൻ, ആ റാങ്ക് ബേസ് ചെയ്തിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ആണ്, ഒരു മിനിമം മാർക്ക് ഉണ്ടാവും അല്ലേ? അത് എത്രയാണ് ഏകദേശം ഓർമ്മയുണ്ടോ? അത് ബേസിക്കലി അവർ ഡിസൈഡ് ചെയ്യും എത്ര ആൾക്കാരെ JEE അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്യാം. ബേസിക്കലി ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ആ മാർക്ക് കട്ട് ഓഫ് വരും. അപ്പോൾ ആ കട്ട് ഓഫ് കഴിഞ്ഞാൽ JEE അഡ്വാൻസ് എഴുതാം. ഇനി JEE അഡ്വാൻസിൻ്റെ മാർക്ക് ബേസിസ് മാത്രമല്ല, റാങ്ക് ബേസിസിലാണ് IITs-ൽ കിട്ടുക. അപ്പോൾ NIT വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല, JEE റാങ്ക് മതി. അപ്പോൾ NIT കാലിക്കറ്റ് റെഡി ആയിരുന്നു, CS അപ്പോൾ ടോപ്പ് ഇത്. പക്ഷേ അത് വളരെ ഒരു സേഫ് ഓപ്ഷൻ ആയിരുന്നു എനിക്ക്. NIT കാലിക്കറ്റിലെ CS നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മിനിമം എഫേർട്ട് ഇട്ട് പഠിച്ച് പാസ് ഔട്ട് ആയാലും നല്ലൊരു പ്ലേസ്മെന്റ് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി NIT കാലിക്കറ്റ് പ്ലേസ്മെന്റ്സ്. അതിൽ ഏറ്റവും ടോപ്പൊക്കെ ഉള്ള വരുന്ന അബോവ് ആവറേജ് പാക്കേജ് CS-കാർക്കായിരിക്കും. പക്ഷേ എൻ്റെ JEE അഡ്വാൻസ് റാങ്ക് വെച്ചിട്ട് എനിക്ക് IIT ഖരഗ്പൂരിൽ കയറാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക. അത് എൻ്റെ അറിയാത്തവർക്ക് വേണ്ടി, IIT ഖരഗ്പൂർ സുന്ദർ പിച്ചായി പഠിച്ച കോളേജ് ആൻഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് അല്ലേ? ഭയങ്കര അടിപൊളി ക്യാമ്പസും അടിപൊളി കോളേജുമാണ്, ബ്രാൻഡ് വാല്യൂ ചെയ്തു. അപ്പം അതൊരു നോൺ കോർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് മോർ ദൻ നമ്മുടെ കോളേജ് കൂടുതലും ഇന്നത്തെ കാലത്ത് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര മാറ്റർ ചെയ്യും. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് വരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കമ്പ്യൂട്ടർ ജോബ്സിൽ കയറാൻ, ബിക്കോസ് അതാണ് ഇൻഡസ്ട്രി. പക്ഷേ IIT NIT തമ്മിൽ ആ ടൈമിൽ എനിക്കറിയില്ല എനിക്ക് എങ്ങനെ ഇത്ര ഇൻഫർമേഷൻ കിട്ടിയെന്ന്. പക്ഷെ ഞാൻ പറ്റുന്നത്ര ആൾക്കാരോടൊക്കെ സംസാരിച്ച്, പിന്നെ ചെറുപ്പം മുതൽ IIT കേട്ടിട്ട് ഭയങ്കര നമുക്ക് എന്തോ സംഭവം അറിയാവുന്നതുകൊണ്ട് കുറേ റിസർച്ച് ഒക്കെ ചെയ്തപ്പം എൻ്റെ താല്പര്യം വാസ് കുറേയും കൂടെ എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറേയും കൂടെ കമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പഠിച്ചാൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട വരും. സോ ഞാനൊരു നോൺ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ട് ഞാനിപ്പം കയറാൻ പോകുന്ന ഇൻഡസ്ട്രീസ് ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഞാനൊരു മേജർ ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ ആനലിസ്റ്റ് റോളിലാണ് കയറാൻ പോകുന്നത്. പേര് പറയാൻ പറ്റില്ല, പക്ഷേ അടിപൊളി കമ്പനിയാണ്, അടിപൊളി ജോലിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതെ. അപ്പം അതിൽ ഞാൻ കയറുമ്പോൾ മേ ബി ഞാൻ NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ ഞാനിപ്പോൾ ഇട്ടേണ്ട പകുതി എഫേർട്സ് ഇട്ടാൽ എനിക്ക് സെയിം ജോബ് കിട്ടാം, അല്ലെങ്കിൽ ഈവൻ ബെറ്റർ പേ എനിക്ക് കിട്ടാമായിരുന്നു. നമ്മൾ IIT-ൽ കയറിയെന്ന് വിചാരിച്ചിട്ട് NIT-നെക്കാട്ടും പേയും പാക്കേജും ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അറ്റ് ദാറ്റ്
ടൈം എനിക്ക് എൻ്റെ താല്പര്യം കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു ഇത് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് വളർന്നാൽ മോർ ദാൻ മൈ പാക്കേജ്, മോർ ദാൻ മൈ ജോബ്, എനിക്ക് ആസ് എ പേഴ്സൺ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ലോകം കൂടുതൽ അറിയാൻ പറ്റും. IIT-യിൽ ഇന്ത്യ എന്നുള്ള മൊത്തം ഇപ്പം NIT കാലിക്കറ്റിനെക്കാട്ടും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരിക്കും IIT ഖരഗ്പൂരിൽ പോകുമ്പം. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റിൽ, നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ കാണുന്ന സിനാരിയോ അല്ലല്ലോ അവിടെ ലൈഫ്. ഓക്കെ അപ്പം 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പഠിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുക. പിന്നെ IIT ഖരഗ്പൂർ ക്യാമ്പസ് എന്ന് പറയുന്നത് തന്നെ 2200 ഏക്കറിൽ കൂടുതലുണ്ട്, ജസ്റ്റ് ക്യാമ്പസ്. ഇപ്പോൾ ഏക്കറിന് കണക്ക് കൂട്ടിയിട്ട് പൈസ ചാറ്റിലിടും, ഇത്രയാണല്ലോ അവിടുത്തെ പൈസ. യെസ്, ഡെഫിനറ്റ്ലി അതാണ് ഈ IIT IIMസിന്റെ സ്പെഷ്യാലിറ്റി. അതെ, അപ്പോൾ അത്രയും വലിയൊരു ക്യാമ്പസ്. പിന്നെ നമുക്ക് അറിയാം IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്, എഞ്ചിനീയറിംഗ് ആണെങ്കിലും IIT ഖരഗ്പൂരിൻ്റെ ഉള്ളിൽ MBA സ്കൂൾ, ബിസിനസ് സ്കൂളുണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോന്റെ സ്കൂളുണ്ട്, വി ഹാവ് മെഡിക്കൽ സയൻസിന്റെ ടെക്നോളജി സ്കൂളുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10th സ്റ്റാൻഡേർഡിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ല. 12th കഴിയുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഐ വാസ് നോട്ട് ഷുവർ എനിക്ക് എന്ത് ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഒരു IIT-യിൽ പോയി കഴിഞ്ഞാൽ ഇത്ര ഓപ്ഷൻസ് ഉള്ളപ്പം അപ്പം എൻ്റെ കരിയർ പാത്തിൽ എപ്പോഴും ഞാൻ ഓപ്ഷൻസ് വൈഡാക്കി വെക്കാനാണ് നോക്കുക. ഏതാണ് താല്പര്യം എന്ന് ഉറപ്പില്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് പിന്നീട് ഡിസൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ IIT എടുത്തത്. എനിക്ക് പ്ലേസ്മെൻ്റ് ആയി ഒരു അനലിസ്റ്റ് റോളിലേക്ക് കയറാൻ പറ്റി. പക്ഷേ അതിലൊക്കെ ഉപരി എൻ്റെ പ്ലേസ്മെൻറ്റിനെക്കാളും ഈ 5 വർഷത്തിൽ ആസ് എ പേഴ്സൺ എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് എന്നിൽ വരുത്താൻ പറ്റി, എങ്ങനത്തെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, എത്രമാത്രം ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി, അതാണ് IIT തരുന്ന ആ പ്രത്യേകത, മോർ ദാൻ അതർ കോളേജ്. അപ്പോൾ എല്ലാവരും പറയും നല്ല കോളേജിൽ പോകണം, മാക്സിമം അടിപൊളി കോളേജ് പോകാം. അപ്പം ഫസ്റ്റ് കാര്യം, നിങ്ങൾ നല്ലൊരു കോളേജ് പോകുകയാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന ആൾക്കാർ, അതേപോലെ നല്ല ടാലൻറ്റഡ് ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, നല്ല എക്സ്പോഷർ. ഇനി എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എന്താ, ദൂരം കൂടുതൽ അതല്ല എക്സ്പോഷർ. എക്സ്പോഷർ ഇസ് നല്ല നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഫീൽഡ്സ് കണ്ടുപിടിക്കാം. ഇനി അക്കാഡമിക്കലി ആയിക്കോട്ടെ, അല്ലാണ്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കാം, കുറേ അടിപൊളി ഇതായിരിക്കും. അപ്പം എക്സ്പോഷർ അടിപൊളിയായിട്ട് കിട്ടും. IITs ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ നല്ല കോളേജിൽ നല്ല ആൾക്കാർ വരുന്ന കോളേജാണ് IIT. ഇനി എല്ലാവർക്കും അറിയേണ്ട താല്പര്യം, എനിക്കറിയാനുള്ള കാര്യം, IIT-യിലെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ IIT ഇപ്പം എഞ്ചിനീയറിംഗ് സിനിമകൾ കണ്ടവർക്ക് അറിയാം, ഭയങ്കര ടഫ്, എക്സാമിന് തലേന്ന് ഒരാൾ പഠിപ്പിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണോ ലൈഫ്, അല്ലെങ്കിൽ എൻജോയ് ചെയ്തോ, അല്ലെ എന്തൊക്കെയായിരുന്നു, എക്സ്പെക്ട് ചെയ്ത പോലെയായിരുന്നു? അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അതൊരു മിസ്കൺസെപ്ഷൻ ആണ് ഞാൻ പറയുള്ളൂ, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇത്രയും കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടൊന്നും ഇല്ല എഞ്ചിനീയറിംഗ്. അതെ, അപ്പം നമ്മൾ 11th 12th നമ്മൾ മനസ്സിലാക്കേണ്ട പിള്ളേരെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ലാസ്റ്റ് ആ സമയത്ത് എക്സാം മാത്രമേ ഉള്ളൂ. അതെ, അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം എൻജോയ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ വരുന്നത്. അപ്പം ബേസിക്കലി JEE ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ +1 +2 നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് വന്നാൽ IIT-യിൽ വന്നാൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നാൽ വലിയ ഡിഫിക്കൽട്ട് അല്ല എന്നാണ് പറയുന്നത്. അതെ, അപ്പം JEE ഒരു എൻട്രൻസ് ക്വാളിഫയിങ് എക്സാം ആണെങ്കിലും അതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എഞ്ചിനീയറിംഗിലേക്ക്. അല്ലാണ്ട് വെറുതെ കുട്ടികളെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു എക്സാം അല്ല. JEE എന്തിനാണ് അവർ എക്സാം എടുക്കുന്നത്? എഞ്ചിനീയറിംഗ് പഠിക്കാൻ കേപ്പബിൾ ആയിട്ട് ആരൊക്കെയാണുള്ളതെന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ്. അത് അക്കാഡമിക്കലി മാത്രമല്ല, കഷ്ടപ്പെടുന്നതിൽ. അതെ, കൺസിസ്റ്റൻ്റ്ലി കഷ്ടപ്പെടാണ്ട് നിങ്ങൾക്ക് കിട്ടൂല. 2 ദിവസം നിങ്ങൾ എത്ര ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് പഠിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അപ്പം കോഴ്സ് വർക്ക് അത്ര ലോഡഡ് ഒന്നുമല്ല. കോളേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ JEE കിട്ടേണ്ട ഒരു പകുതി എഫേർട്ട് പോയിട്ട് ഒരു 10-1 എഫേർട്ട് പോലെ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് സ്മൂത്തായി പോകാൻ. പക്ഷെ ഇതിൽ ക്യാമ്പസ് ലൈഫിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള, ഇപ്പം അലൻ സാർ പറഞ്ഞല്ലോ, നമ്മൾ ദഫ്മുട്ടിൽ ഒരുമിച്ച്, കോൽക്കളി ഒരുമിച്ച്, വെസ്റ്റേൺ ബാൻഡിൽ ഒരുമിച്ച്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ അലൻ സാർ എന്നെ കുറേ പൊക്കി അടിച്ചെങ്കിലും അലൻ സാർ എത്ര ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഈ കാര്യങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കോളേജിൽ പോയി കഴിയുമ്പം ഓക്കെ നമ്മൾ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് വന്നതാണ്, പക്ഷെ അവിടെ എല്ലാവരും അതൊക്കെ ക്ലിയർ ചെയ്ത് വന്നു. അപ്പോൾ ക്യാമ്പസിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ചില ഫാക്ടേഴ്സ് വേണം നമുക്ക്. എന്തെങ്കിലുമൊക്കെ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സിൽ നല്ലതാണെങ്കിൽ, ഏതെങ്കിലുമൊക്കെ സ്പോർട്സിൽ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലോണം സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അവിടെയുള്ള കുട്ടികളെല്ലാം അക്കാഡമിക്കലി സ്ട്രോങ് ആണ്, കഷ്ടപ്പെട്ട് പഠിച്ച് വന്നവരാണ്. അത് കൂടാണ്ട് ഇതും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ ക്യാമ്പസ് ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും. എപ്പോഴും സൈഡിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വളരെ നല്ലത്. അപ്പോൾ കോളേജിൽ പോയപ്പം ഈ ദഫ്മുട്ടും കോൽക്കളി, നമ്മൾ ദഫ്മുട്ടും കോൽക്കളിയൊക്കെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളിൽ പെട്ടെന്ന് പുതിയ കോമ്പറ്റീഷന് ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ മ്യൂസിക്കിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞതാ ഇവന്മാരെ പിടിച്ചോ. ഞങ്ങളുടെ ഫ്രണ്ട്സ്, ആക്ച്വലി നമ്മുടെ ആ ഫ്രണ്ട് ഗ്രൂപ്പ് തന്നെയായിരുന്നു ഈ ദഫ്മുട്ടിലും കോൽക്കളിക്കൊക്കെ പോയത്. അത് ആദ്യം ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ആ സമയത്ത് ഒരു തട്ടത്തിമറയത്ത്
അതെ നമ്മൾ കോൽക്കളിക്ക് പോയ സമയത്താണ് തട്ടത്തിമറിയത്തിൽ നിവിൻ പോളി ദഫ് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇത് അടുത്ത വർഷം ഞങ്ങൾ നമ്മൾ ഡിസ്ട്രിക്ട് പ്രൈസ് മേടിച്ചില്ലേ, ഡിസ്ട്രിക്റ്റിൽ നമ്മൾ സെക്കൻഡ് മേടിച്ചു. സ്റ്റേറ്റിൽ ഞങ്ങൾ 1, 2, 3 അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും 4th പറയും. ഫസ്റ്റ് 3 അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന സംഭവമാണ് 4th. അപ്പോൾ എന്തൊരു പ്രൈസ് ഉണ്ടായിരുന്നു കോൽക്കളിയിൽ. നമ്മുടെ നിക്കേത് സാർ ഉണ്ടായിരുന്നു. നിക്കേത് സാർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, IHM-ലുള്ള അർജുൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ദഫ്മുട്ടിലും പോയി. +1 ആയപ്പോൾ ദഫ്മുട്ടിൽ പോയി. അപ്പം ഇത് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം നമുക്ക്. കൾച്ചറൽ ഇവന്റ്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വേണം. ഇപ്പം ഇത് ട്രൈ ഔട്ട് ചെയ്യാനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പം അലൻ സാർ പറഞ്ഞ പോലെ ദഫ്മുട്ടും കോൽക്കളിയൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു സാധനമായിരുന്നു. പക്ഷെ നമ്മൾ സ്റ്റിൽ നമ്മളത് ട്രൈ ഔട്ട് ചെയ്ത് അങ്ങനത്തെ ഇവൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണിച്ചല്ലോ. അപ്പം നമ്മൾ IITs പോലത്തെ ഇന്ത്യയിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുമ്പോൾ അവർ വെറും അക്കാഡമിക്സിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുക. അവർ നമ്മളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോളേജസിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഈ പഠിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് പഠിച്ച് പാസ് ഔട്ട് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ബ്രാൻഡ് നെയിം കിട്ടും, IITN ആണ് അല്ലെ NITN ആണെന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ് എ പേഴ്സണാലിറ്റി നമ്മളോട് ആ റെസ്പെക്ട് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മാക്സിമം എത്രമാത്രം നമുക്ക് ലേണിങ്സ് എടുക്കാൻ പറ്റുമോ മാക്സിമം ഈ ഓപ്ഷൻസ് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കണം. അപ്പോൾ ഈ കോളേജസിൽ പോയിട്ട് വെറുതെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ കാര്യം കൂടി, ലൈഫിലും നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് നാളെ ഇന്നിപ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന നാളെ സിമ്പിൾ എക്സാമ്പിളാണ്. കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഡാൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ കളിച്ചു തരും. അതുപോലെ വേറെ കുറേ ഡിസിപ്ലിൻസ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉള്ളത് ഏറ്റവും അടിപൊളി കോളേജ് കിട്ടുമ്പോൾ വേറെ തന്നെ രസമായിരിക്കും. ഇനി ഈ വീഡിയോയിൽ എല്ലാവരും ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ തന്നെ ഒരു വലിയ കാരണം എങ്ങനെയാണ് ഒരാൾ IIT കയറിയത്. അപ്പോൾ IIT കയറിയ കഥ പറഞ്ഞു, IIT കഴിഞ്ഞിട്ടുള്ള കഥ പറഞ്ഞു, ആൻഡ് എല്ലാം കാര്യങ്ങളും പറഞ്ഞു. ഇനി IIT കയറുമ്പോൾ 11th and 12th കുട്ടികളായിരിക്കും മിക്കവാറും കാണുന്നത്. അവർക്ക് ഇപ്പോൾ ഈ കാലത്ത് എല്ലാവർക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് ബുക്ക് ഉപയോഗിക്കണം, എല്ലാ കാര്യങ്ങളും ബേസിക്സ് അറിയാം, സിലബസ് ഒക്കെ അറിയാം. കെവിൻ എന്താണ് ഈ കുട്ടികളോട് പറയാൻ പറ്റുക? ലൈക്ക് ഔട്ട് ഓഫ് ദ നോർമലി ഇപ്പം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടോ സ്വന്തം എക്സ്പീരിയൻസ് എന്ന്? ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് വർക്കൗട്ട് ചെയ്യുക അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ 10th വരെ പഠിച്ച രീതികൾ വേറെ ആയിരിക്കും. നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് വേറെ. ഞാൻ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ചിലവർക്ക് രാവിലെ പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലർ പറയും IITians രാവിലെ പഠിക്കണം, രാത്രി പഠിക്കണം, 8 മണിക്കൂർ പഠിക്കണം, 9 അങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ജസ്റ്റ് ഓരോ മണിക്കൂറേ പഠിച്ചുള്ളൂ എല്ലാ ദിവസവും. ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയും 9 മണിക്കൂർ 10 മണിക്കൂർ വരെ ദിവസം പഠിച്ചു. അപ്പം ഇതിനൊരു സെറ്റ് പ്രോട്ടോകോൾ ഇല്ല, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചാൽ IIT കിട്ടുന്നുള്ളത്. പിന്നെ ഓരോ ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും, അവരുടെ സറൗണ്ടിങ്സ് അനുസരിച്ചിട്ടിരിക്കും. അവർക്ക് ഫിസിക്കലി എത്രമാത്രം എഫേർട്ട് ഇടാൻ പറ്റും, ഫിസിക്കൽ ലിമിറ്റ് ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം ശരിക്കും. അപ്പം ഈ JEE എന്ന് പറയുന്നത് 11th 12th എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ 10th കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ പഠിക്കും, ഇന്ന സാധനങ്ങൾ ചെയ്തിട്ട് 12th കഴിയുമ്പോൾ ഞാൻ JEE കൊടുക്കും എന്ന് പറയുന്നതല്ല. JEE എന്ന് പറയുന്നത് ഒരു ജേണിയാണ്. ഈ 11th 12th നമ്മൾ എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നു ഈ ഒരു ഗോളിലേക്ക് എത്താൻ, ആ ഫിഗറിങ് ഔട്ടും ഈ JEE ജേണിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നല്ല മെൻറ്റോർസ് നല്ല ആൾക്കാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ഡെസിഷൻ എടുക്കണം. നമ്മൾ ഓരോ സാധനവും ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മുടേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാകാം. ഇനി ബേസിക്കായിട്ട് കുറച്ച് ടിപ്സൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മൾ വേറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നോക്കിയിട്ട് ഓക്കെ ഇന്ന ബുക്സ് ഫോളോ ചെയ്യണം. ഇപ്പം ഞാൻ പറയണ കെവിൻ പഠിച്ചത് ഇങ്ങനെ X hours പഠിച്ചു, Y hours വർക്കൗട്ട് ചെയ്തു, അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യണ്ട. കെവിൻ ചെയ്ത സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണ്ട, നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക. അപ്പോൾ എന്നോട് ഏറ്റവും കോമൺ ആയിട്ട് പിള്ളേർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പേരൻസ് പിള്ളേരെക്കാളും പേരൻസിനാണ് ഇവന് നല്ല കാലിബർ ഉണ്ട്, ഇവൻ എങ്ങനെ IIT ആയിട്ട് കയറാം. അടുത്ത ചോദ്യം ഇവൻ ഏത് ബുക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബുക്സ് ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ ഇന്ന ബുക്സ് ഫോളോ ചെയ്താൽ നമുക്ക് IIT ക്രാക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ കസിൻ ഈ ബുക്സാണ് ഫോളോ ചെയ്തത് അപ്പോൾ ഞാനത് ഫോളോ ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ബുക്സ് ഉണ്ടെങ്കിൽ അതിനും അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ട്. ചില കുട്ടികൾക്ക് വർക്ക് ചെയ്യുന്ന ചില ബുക്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് ആ ബുക്സ് ഇപ്പോഴും
പോകുന്നത്. കാരണം കുറേ നല്ല മെറ്റീരിയൽസ് ഉണ്ട്. അതെ, കുറെ നല്ല മെറ്റീരിയൽസ് ഉണ്ട്, വേറെ വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ചിലത് കോംപ്ലക്സ് പ്രോബ്ലംസ് കുറച്ചെണ്ണം മാത്രമേ ഇത്രയും കട്ടിയുള്ള അത് ഭയങ്കര കോംപ്ലക്സ് മാത്സ് പ്രോബ്ലംസ് ആണ്. അതിൽ അത് നീ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുകയൊക്കെ നമുക്ക് പുഷ്പം പോലെ. പക്ഷെ അത്രയും മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരു കുട്ടിക്ക്, അത്ര ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടി നേരെ എവിടെയോ പോയി ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കോച്ചിങ് സെന്ററിൽ നമ്മൾ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ബുക്സ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളത് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് അത് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നമ്മളത് ഫോളോ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട്, അല്ലാണ്ട് നമ്മൾ 2-3 ടോപ്പിക്സ് ചെയ്തു പറ്റുന്നില്ല അപ്പം നമ്മൾ അടുത്ത ബുക്കിലേക്ക് ചാടി. എല്ലാവർക്കും ഒരു സ്വഭാവം എന്താ വെച്ചാൽ കുറേ സെറ്റ്സ് വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഒരു സെറ്റ് ഈ കമ്പനീൻ്റെ ഇത് മറ്റേ ഓത്തറിൻ്റെ വാങ്ങിക്കുമ്പോൾ രസമാണ്, ഇത് ഇതും തീർക്കും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വേണ്ട. അപ്പം ഈ പറഞ്ഞ പോലെ കോച്ചിങ് സെന്ററിൽ നമ്മൾ മെറ്റീരിയൽസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ, എല്ലാ കുട്ടികൾക്കും ഇതുണ്ട്, എല്ലാവരും ഇത് പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ റാങ്ക് കൂടുതൽ പഠിച്ച് എനിക്ക് കിട്ടില്ലല്ലോ. അതെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും അതിന്റെ പകുതി പോലും ചെയ്യാറില്ല. അപ്പം അവർ തരുന്ന ഒരു ബുക്കിന്റെ അവർ തരുന്ന പ്രാക്ടീസ് പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും നമ്മൾ കുറേ ബുക്സ് വാങ്ങി കുറച്ച് അതിൽ നിന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ ബുക്സിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, ചില ബുക്സിന്റെ ഞാൻ പറഞ്ഞ പോലെ കോംപ്ലക്സിറ്റി ഡിഫറൻസ് ഉണ്ടാവാം, നമ്പർ ഓഫ് പ്രോബ്ലംസിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ചിലവർക്ക് എന്താ പറയാ, നമ്മള് JEE മെയിൻസിന്റെ എക്സാമ്പിൾ എടുത്താൽ ടൈം കൺസ്ട്രെയിന്റ് ആയിരിക്കും പ്രശ്നം. അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത്, അവർ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ചില കുട്ടികൾക്ക് ടൈം കൺസ്ട്രെയിന്റ് ആയിരിക്കില്ല പ്രശ്നം, ചില ക്വസ്റ്റ്യൻസിൽ സ്റ്റക്ക് ആയി പോകും, ചില ടോപ്പിക്സ് സ്റ്റക്ക് ആയി പോകും. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവർ ആ ടോപ്പിക്സ് എടുത്തിട്ട് അത് സ്ട്രോങ് ആക്കണം. കാരണം നമ്മൾ ബാക്കി പ്രോബ്ലംസ് എത്രമാത്രം സ്പീഡിൽ ചെയ്താലും അതിൽ സ്റ്റക്ക് ആയി പോയി തീർന്നു. അതേസമയം എല്ലാ ടോപ്പിക്കും അറിയാമെങ്കിൽ അത് സ്പീഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും തീർന്നു. അപ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, നമ്മുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇനിയിപ്പം ഈ പോയിന്റ്സ്, ഇപ്പം ഞാനിപ്പോൾ നന്നായിട്ട് മാത്സിൽ ഇപ്പോൾ ഈ ടോപ്പിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ ഞാൻ സ്ലോ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എക്സാംസ് എഴുതണം. കെവിൻ എങ്ങനെയായിരുന്നു എക്സാംസ് എഴുതിയതിൽ എന്തായിരുന്നു ഒരു ടൈപ്പ്? അപ്പം മോക്ക് ടെസ്റ്റിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പം മോക്ക് ടെസ്റ്റ് നമ്മൾ അത് എക്സാമിന്റെ +2 കഴിയുമ്പോഴത്തേക്ക് മാത്രമാണ് എഴുതി തുടങ്ങിയത്? അല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 11th 12th കംപ്ലീറ്റ് ടോപ്പിക്സ് ആണ് നമുക്ക് എക്സാമിന് വരാൻ പോകുന്നത്. അത് ശരിയാണ്. പക്ഷെ ആ ഒരു എക്സാമിന്റെ ഒരു ഐഡിയ നമുക്ക് നേരത്തെ വരണമെങ്കിൽ 11th കഴിയുമ്പം നമുക്ക് 11th ടോപ്പിക്സ് വെച്ചിട്ട് മാത്രമുള്ള മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റും. അത് ശരിക്കുള്ള JEE എക്സാമിന്റെ അതേ ഒരു റെപ്ലിക്ക ആയിരിക്കില്ല, കാരണം എല്ലാ ടോപ്പിക്സും വരുന്നില്ല അതിൽ. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സാമിന്റെ ഒരു ഫീൽ കിട്ടാനാണ് നല്ലതാണ്. അപ്പൊ 11th സ്റ്റാർട്ടിങ് മുതലേ ചെയ്യുന്നതിൽ ഒരു പോയിന്റും ഇല്ല. നമ്മളൊരു കുറച്ച് ടോപ്പിക്സ് ഒക്കെ സ്ട്രോങ് ആയി കഴിയുമ്പോൾ, കുറച്ച് സബ്ജക്ട്സ് സ്ട്രോങ് ആയി കഴിയുമ്പോൾ ആദ്യം മുതലേ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ എക്സാം എങ്ങനെ എഴുതേണ്ടതെന്നുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം സ്കൂളിലെ എക്സാം നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലെ എഴുതി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എല്ലാം അറിയാം. JEE എന്ന് പറയുന്ന എക്സാം നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന പോലെ എക്സാം, നിങ്ങളത് സീരിയസ് ആണെങ്കിൽ. അപ്പോൾ ആ എക്സാം നിങ്ങൾ ഒരിക്കലും അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പം ഫ്രം നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബാച്ചിലറുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ആപ്പിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം സ്കൂൾ ലെവൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ്, നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് എഴുതുന്നതിൻ്റെ അതിൻ്റെ എക്സാംസ് ഉണ്ടാവും JEEക്ക് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ഉണ്ടാവും, തേർഡ് ചാപ്റ്റർ കഴിയുമ്പോൾ ഇനിയിപ്പോൾ 4 ചാപ്റ്റർ കഴിഞ്ഞാൽ കമ്പൈൻഡ് ഉണ്ടാവും. ഓക്കെ അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പം ആദ്യം മുതലേ എഴുതിയാൽ വെരി ഗുഡ്, അത്രയെങ്കിലും ചെയ്തിരിക്കണം. യെസ്, പ്ലീസ് കണ്ടിന്യൂ. അതെ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് വന്നിട്ട് 12th എത്തുമ്പോഴത്തേനും നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി അതൊരു മെന്റൽ ഗെയിം അല്ലേ? അതെ, അതൊരു മെന്റൽ ഗെയിമാണ്. നമ്മൾ ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രം എളുപ്പമായിരിക്കും നമുക്ക് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ. കാരണം നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനം വെന്യൂ മാറി നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്രമാത്രം മോക്ക് ടെസ്റ്റ് എഴുതുന്നോ അത് ഒരു പ്രാവശ്യം കൂടെ വേറൊരു സെന്ററിൽ പോയി എഴുതണം, അത്രേ ഉള്ളൂ. ആ ഒരു ഫീൽഡിലേക്ക് വരണമെങ്കിൽ മാക്സിമം നമ്മൾ കുറേ ആൾക്കാർ ഇതൊന്നും പ്രിപ്പയർ ചെയ്യില്ല, +1 +2 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി എഴുതിയിട്ട് പോടാവും. അതെ, കാരണം ഇത് വേറെ തന്നെ എക്സാമാണ്, അതിൻ്റെ പ്രശ്നമാണ് എക്സാംസ്. പൊതുവേ ഞാൻ കേട്ടിട്ടുള്ള സംഭവമാണ്, കുറേ ആൾക്കാർ വലിയ ഐഡിയ ഇല്ലാത്തവർ പറയുന്നതാണ്, ഞാൻ ഇനി JEEക്ക് പ്രിപ്പയർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുള്ളൂ, സ്കൂളിൽ ഞാൻ ഇനി സീരിയസ് എടുക്കൂല. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്താണ് പറയുന്നത്? ഓക്കെ, അപ്പോൾ അതിൽ സിലബസിനെ കുറിച്ച് ഞാൻ പറയാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ് 11th 12th എന്ന് പറയുന്നത്, ഫിസിക്കലിയും അത് മെൻ്റലിയും അത്. അപ്പം നമ്മളത് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യണം. JEE എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നമുക്ക് IIT NIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വരണമെങ്കിൽ നമ്മൾ ഫുൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്യണം. പക്ഷെ അതേസമയം അതിന് പുറമേ ഒരു ലൈഫുണ്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ IIT-ലും NIT-ലും കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇത് തന്നെ ചെയ്യാനാണോ ചോദിക്കാം. വേണ്ടല്ലോ. അപ്പോൾ സ്കൂൾ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പേഴ്സണലി അറിയാം. ഞാനും അലൻ സാറൊക്കെ സ്കൂളിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. സ്കൂളിൽ നമുക്ക് ആ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും കോച്ചിങ് സെൻറ്റേഴ്സിൽ കിട്ടത്തില്ല. അപ്പം സ്കൂൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ നീറ്റിലും JEE-യിലാണെങ്കിലും JEE മെയിൻസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എൻട്രൻസിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടുത്ത് NTA വന്നിട്ട് സിലബസ് ഒക്കെ മാറ്റി, എക്സാം പാറ്റേൺ മോർ ഇമ്പോർട്ടൻ്റ്ലി സിലബസ് അല്ല അത് മാറ്റിയപ്പം ഇപ്പം നമുക്കറിയാം നീറ്റിലെയും JEE മെയിൻസിലും ഒക്കെ സ്കോർ അവർക്ക് കിട്ടുന്ന മാർക്ക് ഭയങ്കര അധികം. ഇപ്പം എല്ലാവർക്കും ഭയങ്കര മാർക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിക്കേൽ സാർ ക്ലാസ്സിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പണ്ട് കിട്ടിയ മാർക്ക് പണ്ട് ടോപ്പറിനൊക്കെ 680 അങ്ങനത്തെ മാർക്ക് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര മാർക്കാണ്. പക്ഷെ ഇപ്പം ആ മാർക്ക് കിട്ടിയാൽ കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും കിട്ടത്തില്ല. അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സിമ്പിൾ ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആവുന്നതിന്റെ അർത്ഥം എന്താണ്, അതേ സിലബസിൽ കൂടുതലും സ്കൂളിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നീറ്റിന്റെ എക്സാക്ട്ലി എനിക്കറിയില്ല, ബട്ട് JEE മെയിൻസിൽ ഞാൻ എഴുതിയ വർഷത്തിലായിരുന്നു മെയിനായിട്ട് NTA വന്നിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയത്. അന്നേരം നമ്മൾ സ്കൂളിലൊരു കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ JEE മെയിൻസിൽ ഭയങ്കര നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാറ്റേണിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. JEE അഡ്വാൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ പ്രോബ്ലം സോൾവിങ് ഉണ്ടായാലും കുറച്ചുകൂടി തിങ്ക് ചെയ്ത് പ്രോബ്ലം എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏത് ഫോർമുലാണ് ഏത് ടോപ്പിക് എന്നാന്ന് പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലാത്ത ഒരു ഇത് വരും. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടണമെങ്കിലും JEE മെയിൻസ് നീറ്റും ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചു പോയാൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് മാറി. ഇപ്പോൾ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ പണ്ടത്തെ മിസ്കൺസെപ്ഷൻ വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ സ്കൂൾ തീരെ ഫോക്കസ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് എന്താ വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ സ്കൂളിൽ നമ്മുടെ ബേസ് നല്ല സ്ട്രോങ് ആക്കാൻ അവർ നല്ലോണം ഫോക്കസ് ചെയ്യും. അതായത് എല്ലാവർക്കും പറ്റുന്നില്ല, അല്ലാണ്ട് നല്ല ടോപ്പറായിട്ടുള്ള സ്റ്റുഡൻസ് അതെ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം സ്കൂളിൽ നമ്മൾ എന്തായാലും പോകണമല്ലോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ടൈമിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെയും ഹൈ ലെവലിലേക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഇന്നത്തെ കാലത്ത് കുറേ കുട്ടികളൊക്കെ എന്താ ചെയ്യുക, സ്കൂളിൽ ഒന്നും പഠിക്കത്തില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകാണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ബേസ് മുതൽ തന്നെ പഠിക്കാൻ നോക്കും. അന്നേരം അത് ചിലവർക്ക് അത് വർക്കൗട്ട് ആവാം, വളരെ കുറച്ച് പേർക്ക് അത് വർക്കൗട്ട് ആവും. പക്ഷെ അത് കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാം സ്കൂളിൽ കൺസിസ്റ്റൻ്റ് ആയി പോവുക, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കറക്റ്റായി ചെയ്യുക. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ എഫേർട്ട് ഇട്ട് കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയി പഠിക്കുക, നമ്മളായിട്ട് തന്നെ അതിൻ്റെയും ഹൈ ലെവലിലേക്ക് സോൾവ് ചെയ്യാൻ നോക്കും. ഒരു ബാലൻസ് വേണം. അപ്പോൾ സ്കൂളിൽ പോയില്ല അങ്ങനെ ഒന്നുമില്ല, സെയിം സിലബസ് ആണ്. അപ്പം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിഫറെൻ്റ്. അപ്പോൾ അതിന് ഒരു ഹാക്ക് എന്ന് പറയാൻ പറ്റുന്നത് സ്കൂൾ ലൈഫ് കുറച്ചുകൂടെ ഫണ്ണാക്കാനുള്ള ഒരു എഫേർട്ട് ഇടാൻ നോക്കാം. നല്ല ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ടീച്ചേഴ്സായിട്ട് കുറച്ച് കമ്പനിയാണ്. പിന്നെ സ്കൂളിൽ നമ്മൾ അധികം ടെൻഷൻ ഒന്നും എടുക്കാണ്ട് പോകുന്ന ഒരു രീതിയാണെങ്കിൽ സ്കൂൾ നമുക്ക് ബ്രേക്ക് ടൈം ആയിട്ട് ആലോചിക്കാം. നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്നു, നമ്മൾ അത്യാവശ്യം അടിച്ചു പൊളിക്കുന്നു, പഠിക്കുന്നു, കമ്പനി കഥകളൊക്കെ പറയുന്നു. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നിട്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞപ്പം എൻജോയ് ചെയ്യണമെങ്കിൽ വീട്ടിൽ പോയിട്ട് എഫേർട്ട് ഇടണം. അതെ, അല്ലാണ്ട് അവിടെ പോയി എൻജോയ് ചെയ്യുന്നു, ജെയിൻ്റെ ബുക്കിൽ വന്നിട്ട് എൻജോയ് ചെയ്തു പറ്റൂല. പിന്നെ രണ്ടും കൊളായി പോകും, അങ്ങനത്തെ അവസ്ഥയായി പോകും. പക്ഷേ ഞാൻ പറയുന്നത് മിക്കവാറുള്ളവർ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, സ്കൂളിലും പോകുന്നു ഇവിടെയും പഠിക്കുന്നു, അപ്പോൾ അതെല്ലാം ഭയങ്കര എഫേർട്ടാണെന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് സ്കൂൾ കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കെവിൻ സാർ, ഇവിടെ വന്നതിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുണ്ടാവും. IIT-യിൽ എന്തിന് കയറണം, IIT കയറിയിട്ട് എന്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുന്നു, അതുപോലെ പോരാതെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാതെ ഇരുന്ന് നിങ്ങൾ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബാലൻസ്ഡ് IIT കൊണ്ടുപോയാൽ, JEE എക്സാം കൊണ്ടുപോയാൽ ഡെഫിനറ്റ്ലി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ടിപ്സ് ചെയ്യാവുന്ന സമ്മറൈസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് ഫസ്റ്റ് തീർക്ക്. ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ടെസ്റ്റിൽ ബാച്ചിലുള്ള എല്ലാവരും എഴുതും, സെക്കൻഡ് ടെസ്റ്റ് എഴുതുമ്പോൾ 50%, തേർഡ് ടെസ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ 50%. അപ്പം ഞങ്ങളിപ്പോഴും പറയും ഇത് സർവൈവൽ ടെസ്റ്റ് ഓഫ് സർവൈവലാണ്. ബേസിക്കലി അവസാനം വരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇതിലെ തുടങ്ങിയ ബാച്ചിൻ്റെ ഒരു 1 or 2 or ചിലപ്പോൾ 10% ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇന്ത്യ മൊത്തം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ മാർക്ക് ഭയങ്കര കൂടുതലൊന്നും, പക്ഷേ നിങ്ങളത് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ തന്നെ കിട്ടും. പിന്നെ എന്താണ് ബേസിക്കലി 11th and 12th സ്കൂളിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കൂടെ പഠിക്കാൻ വന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂബിളായ ഇൻസൈറ്റ്സ് അതിന് താങ്ക് യു, വീണ്ടും താങ്ക് യു. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞു ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ഇറ്റ് ചെയ്യുക.